ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോളിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തമായ തിരിച്ചടി കണ്ട് അഭിമാനം കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയാൻ പോകുന്ന കഥയും ഏതാണ്ട് സമാനമായൊരു ഇമോഷൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കഥയാണ്. ഈ വീഡിയോയുടെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് വന്നവരോടായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പലസ്തീൻ്റെ കഥയാണ്, ജെറുസലേമിൻ്റെയൊക്കെ കഥയാണ്. അതൊരു ക്ലിക്ക് ബൈറ്റ് ടൈറ്റിലല്ല. എന്തായാലും അധികം മുഖവരയില്ലാതെ കഥയിലേക്ക് പോകും. കഥ തുടങ്ങുന്നത് 1917 ഡിസംബർ മാസമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ആ സമയത്ത് ഇസ്രായേലും ഗാസയും പലസ്തീനും എല്ലാം, ഇന്നത്തെ ഇസ്രായേലും ഗാസയും പലസ്തീനും എല്ലാം ഭരിക്കുന്നത് ഓട്ടോമൻ സാമ്രാജ്യമാണ്. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സൈഡിലായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് ബ്രിട്ടനും മറ്റു ആൾക്കാരൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം ഡിസംബർ മാസം 1917 ഡിസംബർ മാസം ജെറുസലേം പിടിച്ചടക്കി. അപ്പോൾ ഇനി അവർക്ക് കുറച്ച് ദൂരം കൂടെ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് പിടിച്ചടക്കാനുണ്ട്. അത് മുഗീദോ എന്ന് പറയുന്ന ഒരു സമതല ഭൂമിയാണ്. അത് കഴിഞ്ഞ് ഹൈഫ തുറമുഖം. ഇത് രണ്ടും കൂടെ പിടിച്ചടക്കിയാൽ മാത്രമേ ഈ ഓട്ടോമൻ സാമ്രാജ്യം മൊത്തത്തിൽ അവരെ കീഴ് വരത്തുള്ളൂ. എന്നാൽ ഈ സ്ഥലങ്ങളിൽ എത്തുന്നതിന് മുമ്പായിട്ട് വളരെ ശക്തമായൊരു ഡിഫൻസ് ലൈനാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യം സെറ്റ് ചെയ്തിരുന്നത്. അന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ആർമിയെ ലീഡ് ചെയ്യുന്നത് വോൺ സാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ജനറലായിരുന്നു. എഡ്മണ്ട് അലൻബി എന്ന് പറയുന്ന ഒരു ജനറലായിരുന്നു ബ്രിട്ടീഷ് സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബറിൽ ഈ ജെറുസലേമിലെ യുദ്ധം കഴിഞ്ഞ് ഇത്രയും ശക്തമായ ഡിഫൻസ് കാരണം ഈ എഡ്മണ്ട് അലൻബിയുടെ സൈന്യത്തിന് അധികം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അത് പോരാഞ്ഞിട്ട് ഫ്രാൻസിലുണ്ടായ അറ്റാക്ക് ചെറുക്കാനായിട്ട് ഒരുപാട് സൈനികരെ ഇവിടെ നിന്ന് ഫ്രാൻസിലോട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ അലൻബിയുടെ കീഴിൽ പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, നമ്മുടെ ഇന്ത്യ, ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് വന്ന സൈനികരായിരുന്നു. അതും കാലാൾപ്പടയിലെ 30% പേര് ഇന്ത്യൻ സൈനികരായിരുന്നു. കുതിരപ്പട കാവലറിയുടെ 50% പേര് ഇന്ത്യൻ സൈനികരായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതിങ്ങനെ ഡിലേ ആയി പൊയ്ക്കൊണ്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ 1918 സെപ്റ്റംബർ 19 എഡ്മണ്ട് അലൻബി ഈ ഡിഫൻസ് അറ്റാക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അന്ന് ഈ ഡിഫൻസ് ലൈൻ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എഡ്മണ്ട് അലൻബിയുടെ പ്ലാൻ ഇതാണ്. വളരെ ശക്തമായ രീതിയിൽ ഇൻഫാൻട്രി കാലാൾപ്പട മുന്നോട്ട് പോവുകയും ഈ ഡിഫൻസിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഡിഫൻസിലൊരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുന്നു. ആ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയതിന് ശേഷം കുതിരപ്പട ഈ ബ്രേക്കിൻ്റെ അകത്തൂടെ, ബ്രേക്ക് ത്രൂ അല്ല, ഒരു ബ്രേക്ക് ഉണ്ടാക്കുന്നു. ആ ബ്രേക്കിൻ്റെ അകത്തൂടെ, ആ വഴി കൂടെ കുതിരപ്പട ബാക്കിലൂടെ ചെന്ന് ഫുള്ളായിട്ട് ഓട്ടോമാനെ കവർ ചെയ്യുന്നു. ഇതായിരുന്നു പ്ലാൻ. അപ്പോൾ ഈ പ്ലാനിന് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്ത് കയറുന്ന കുതിരപ്പട മുസ്മുസ് പാസ് എന്ന് പറഞ്ഞൊരു പാസ്സുണ്ട്. ആ പാസം കഴിഞ്ഞ് വേണം ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പുറകിലത്തെ സൈഡിലെത്താനായിട്ട്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് എത്താനായിട്ട്. അപ്പോൾ അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുതിരപ്പട ഏതാണ്ട് 2 ദിവസം കൊണ്ട് 60 മുതൽ 80 മൈൽ വരെ സഞ്ചരിക്കണം. അത് ഭയങ്കര വലിയൊരു ഡിസ്റ്റൻസാണ് ഒരു കുതിരപ്പട അത്രയും ദൂരം സഞ്ചരിക്കുക എന്നുള്ളത്. കാരണം ഈ പോകുന്ന വഴിയിലെല്ലാം ശത്രുക്കളുടെ യുദ്ധം ഉണ്ടാവും, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ബീറ്റ് ചെയ്തിട്ട് വേണം ഇവർക്ക് ഈ 80 മൈൽ 2 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്യാനായിട്ട്. അങ്ങനെ സെപ്റ്റംബർ 19 രാവിലെ 4:30 മണിക്ക് കാലാൾപ്പട യുദ്ധം തുടങ്ങുന്നു. അതിശക്തമായ യുദ്ധമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കാലാൾപ്പടയിലുണ്ടായിരുന്ന 30% പേര് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാരിൽ സിഖുകാരുണ്ട്, വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് മുസ്ലിമുകളുണ്ട്, ഗൂർഖ റെജിമെൻ്റുണ്ട്, മദ്രാസ് റെജിമെൻ്റുണ്ട്. അങ്ങനെ ഒരുപാട് റെജിമെൻറ്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ വളരെ ശക്തമായ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് മുന്നോട്ടുള്ള ഒരു പാസേജ് ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കരായിരുന്നു സിഖ് റെജിമെൻറ്റ്. എന്നാൽ ഗൂർഖ റെജിമെൻറ്റിൻ്റെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫൈറ്റുകൾ ശത്രുക്കളെ വകവരുത്തി ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു മിഷനിൽ ഗൂർഖ റെജിമെൻറ്റ് വളരെ മിടുക്കന്മാരായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൂടുതലും ട്രെഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ഈ കുഴി കുഴിച്ചതിന് ശേഷം പട്ടാളക്കാർ അതിൻ്റെ അകത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ. 1917 എന്നൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട്, ആൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു വേറൊരു സിനിമയുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ഐഡിയ നമുക്ക് കിട്ടും. ഈ സിഖുകാരും ഗൂർഖ റെജിമെൻറ്റും കൂടെ ഏതാണ്ട് 3-4 ട്രെഞ്ചസ് 2 മണിക്കൂർ കൊണ്ട് ക്ലിയർ ചെയ്യുവാണ്. ഈ പ്രിപ്പയർഡായിട്ടിരുന്ന ട്രെഞ്ചസ് ആണെന്ന് ആലോചിച്ച് പോകണം. അതിനകത്തുണ്ടായിരുന്ന സൈനികരെല്ലാവരും ഇവർ ക്ലിയർ ചെയ്യുവാണ്. ഏതാണ്ട് ഒരു 15 മൈൽ ഗ്യാപ്പ് ഉച്ചയോടുകൂടി, ഈ സെപ്റ്റംബർ 19 ഉച്ചയോടുകൂടി ഇവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവർ ഈ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ കുതിരപ്പട്ടാളം പോകുന്നു. ഈ കുതിരപ്പട്ടാളത്തിൽ ആരാണ്? കുതിരപ്പട്ടാളത്തിൽ ജോധ്പൂർ ലാൻസേഴ്സ്, മൈസൂർ ലാൻസേഴ്സ്, പിന്നെ ജോർജ് അഞ്ചാമൻ്റെ ഇമ്പീരിയൽ ലാൻസേഴ്സ്, ഈ 3 ഗ്രൂപ്പാണുള്ളത്. അതിൽ ഈ ജോധ്പൂർ രാജ രജപുട്സാണ്.
അപ്പോൾ ഇവർക്കൊക്കെ ഈ കുതിരയുമായിട്ടുള്ള ഭയങ്കരമായ ആത്മബന്ധമുള്ള ഒരു ഫോഴ്സാണ്. ജസ്റ്റ് ഒരു കുതിരയെ ട്രാവലിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള അതിലുപരി ഭയങ്കര നമ്മളൊക്കെ ഈ ആനയെ സ്നേഹിക്കുന്നത് പോലെ കുതിരയുമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ള പട്ടാളക്കാരാണ് ഇവരെല്ലാം. ഇവർ ഭയങ്കരമായ സ്പീഡിൽ ഇവർ ഈ ഗ്യാപ്പിൽ കൂടെ മുന്നോട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ആ റെസിസ്റ്റൻസിനെ എല്ലാം ബീറ്റ് ചെയ്ത് ഇവർ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല മുസ് പാസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തണം. അവിടെ എത്തുന്ന സമയത്ത് അവിടെ കുറച്ച് യുദ്ധമൊക്കെ ഉണ്ട്. പക്ഷേ അവർ വിചാരിച്ച പോലെ ഒരു റെസിസ്റ്റൻസ് ഒന്നും അവിടെ ഉണ്ടായില്ല. ഇവർ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വളയുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മുസ് പാസ് എത്തുന്നതിന് മുമ്പ് അന്നേ ദിവസം ഉച്ചയ്ക്കാണ്, സെപ്റ്റംബർ 19 ഉച്ചയ്ക്കാണ് ഇവർ ഇവിടെ നിന്ന് കാവലറി എൻട്രി ചെയ്യുന്നത്. അന്ന് ഹാഫ് ഡേ ഉണ്ട്. സെപ്റ്റംബർ 19 രാത്രിയായപ്പോൾ 30 മൈൽ ഈ കാവലറി ട്രാവൽ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവരിൽ ആകെ കുന്തമാണുള്ളത്. ഈ കുന്തം കൊണ്ട് ട്രാവൽ ചെയ്യുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ഫോഴ്സസ് ഭയങ്കര ട്രെയിൻഡായിരുന്നു ഈ കുതിരപ്പട്ടാളം. അവരത് ആ വെപ്പൺസ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നതും അവർ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്തുകൊണ്ട് അങ്ങനെ അന്ന് രാത്രി ആയപ്പോൾ 30 മൈൽ ട്രാവൽ ചെയ്യുന്നു. പിറ്റേ ദിവസം, അതായത് തൊട്ടടുത്ത ദിവസം വീണ്ടും ഏതാണ്ട് 50-60 മൈൽ ട്രാവൽ ചെയ്ത് ഈ ഓട്ടോമാൻ ട്രൂപ്പുകൾ കംപ്ലീറ്റായി 4 സൈഡിൽ നിന്നും സർക്കിൾ ചെയ്യുന്നു. ഈ 4 സൈഡിൽ നിന്നും സർക്കിൾ ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് വേറെ രക്ഷയില്ല. ഇവർ പൊരുതി നോക്കുന്നുണ്ട്. പക്ഷേ ഓട്ടോമാനെ 4 സൈഡിൽ നിന്നും ഈ സ്ക്യൂസ് ചെയ്യുന്ന പോലെ സ്ക്യൂസ് ചെയ്ത് ഇന്ത്യൻ പട്ടാളം കംപ്ലീറ്റ്ലി റെഡിയാക്കുവാണ്. അങ്ങനെ ബാറ്റിൽ ഓഫ് മുഗീഡോ ഈ 1918 സെപ്റ്റംബർ 25 ഈ മുഗീഡോ സമതല ഭൂമി മൊത്തമായും ബ്രിട്ടീഷ് പട്ടാളം പിടിക്കുന്നു. അന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിന് ആൾക്കാർ കുറഞ്ഞു നിന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരായ പട്ടാളക്കാരാണ് ഈ കംപ്ലീറ്റ് ഹെൽപ്പ്, ഈ വാർ ജയിച്ചു കൊടുത്തതിന് ഇന്ത്യക്കാരായ പട്ടാളക്കാരാണ്. 12 ലക്ഷം പട്ടാളക്കാരാണ് ഇന്ത്യയിൽ നിന്ന് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്ന മാത്രമല്ല, ഓരോ ഭരണ കേന്ദ്രത്തിലും പോയിട്ട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ പട്ടാളക്കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പട്ടാളക്കാരെല്ലാം ഫൈറ്റ് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുള്ളൊരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ രാജാവിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ രാജാവിന് ഞങ്ങൾ എന്ത് കൊടുത്തും ആ രാജാവിന് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ള രീതിയായിരുന്നു. അതുപോലെ തന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സെപ്റ്റംബർ 19 രാവിലെ 4:30 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതിന് മുമ്പ് ചില തന്ത്രങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാലാകാലങ്ങളെ നമ്മൾ ചെയ്തിരുന്ന കുറച്ച് യുദ്ധതന്ത്രങ്ങളായിരുന്നു അതെല്ലാം. അതായത് ഒരു സൈഡിൽ മെഡിറ്ററേനിയൻ കടലാണ്, മറ്റേ സൈഡിൽ ജോർദാൻ നദിയാണ്. അപ്പോൾ ഇന്ത്യക്കാരായ പട്ടാളക്കാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ ജോർദാൻ നദിയിലവിടെ ഒരു 3-4 ഗ്രൂപ്പ് ഓഫ് പട്ടാളക്കാർ പോയിട്ട് അവരവിടെ കുറേ ക്യാമ്പ് ഫയറൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പം മുകളിൽ നിന്ന് ഈ വിമാനം വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടാളക്കാരെല്ലാം അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും. അതേസമയം രാത്രി അവർ ഈ കള്ളിമുൾ ചെടികളും മരങ്ങളും ഒക്കെ വെട്ടിമാറ്റി മെഡിറ്ററേനിയൻ സൈഡ് വഴി അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ രാവിലെ 4:30 അറ്റാക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ മെഡിറ്ററേനിയൻ സൈഡ് വഴിയാണ് ഈ പട്ടാളക്കാർ അകത്തോട്ട് കയറിയത്. അപ്പം ഈ ഓട്ടോമാൻ ചാരവിമാനങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും ജോർദാൻ സൈഡിലാണ്, അവിടെയാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതും ഒരു വലിയ തന്ത്രമാണ്. കാക്കി ക്യാമ്പ്സ് എന്നാണ് അതിനെ നമ്മൾ വിളിച്ചത്. നമ്മൾ അലക്സാണ്ടറുടെ കാലത്ത് പുരുഷോത്തമൻ രാജാവ് ആക്രമിക്കാൻ വന്ന സമയത്ത് നമ്മൾ ജലം നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഈ ക്യാമ്പ് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പുറത്ത് നമ്മുടെ സൈഡിൽ ഇതുപോലെ അലക്സാണ്ടറിനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച സെയിം പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ യുദ്ധം നടന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ജെറുസലേമും പിന്നീട് ഈ മുഗീദോയൊക്കെ പിടിക്കാനായിട്ട് സഹായിച്ചത് ഇന്ത്യൻ പട്ടാളമായിരുന്നു. 30 വിക്ടോറിയ ക്രോസ് അവാർഡുകളാണ് ഇന്ത്യൻ പട്ടാളത്തിന് കിട്ടിയത്. വിക്ടോറിയ ക്രോസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ്. അന്ന് ബദ്ലു സിംഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ, അദ്ദേഹം മരണപ്പെട്ടു ആ യുദ്ധത്തിൽ. അദ്ദേഹത്തിന് പോസ്റ്റ്മസ്ലി വിക്ടോറിയ ക്രോസ് കൊടുക്കുകയുണ്ടായി. പിന്നീടും അത് കഴിഞ്ഞും ഒരു യുദ്ധമുണ്ട്, ഹൈഫ തുറമുഖം പിടിക്കാനായിട്ടുള്ള യുദ്ധം. അത് എനിക്കിത് ഈ വീഡിയോയുടെ കൂടെ പറയാനായിട്ട് സാധിക്കില്ല. എൻ്റെ വീഡിയോസിനെല്ലാം നീളം കൂടി പോകുന്നു എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ നീളം കുറച്ച് വളരെ സ്പീഡിൽ പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഹൈഫയുടെ കഥ പറയാം, അത് നെക്സ്റ്റ് ഒരു പാർട്ട് 2 ആയിട്ട് പറയാം. അപ്പോൾ ഇത് ഭയങ്കരമായ യുദ്ധമായിരുന്നു. ഈ കുതിരയുടെ മനഃശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കിയവരായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാർ. കൃത്യമായി കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് എത്ര വെയിറ്റ് കുതിരയ്ക്ക് എടുക്കാൻ സാധിക്കും, എത്ര ദൂരം ആ വെയിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ. കൂടുതൽ വെയിറ്റ്, തങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ പോലും കുതിരയ്ക്ക് കൂടുതൽ വെയിറ്റ് ആകുമെന്ന് കരുതി വെറും ബിസ്ക്കറ്റും വെള്ളവും കഴിച്ചാണ് ഇന്ത്യൻ പട്ടാളക്കാർ യുദ്ധം ഉടനീളം
ഫൈറ്റ് ചെയ്തത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ബുക്ക് എഴുതിയപ്പോഴത്തേക്കും എല്ലാം ബ്രിട്ടീഷ് ഓഫീസേഴ്സ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് വഴി യുദ്ധം ജയിച്ചു എന്നുള്ള നിലയ്ക്കാണ് എഴുതിയത്. പലപ്പോഴും അതൊരു ഫോർഗോട്ടൺ ഹീറോസ് ആയിരുന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ബാറ്റിൽ ഓഫ് മുഗീഡോയിൽ ഫൈറ്റ് ചെയ്ത ഇന്ത്യൻ പട്ടാളം ഭയങ്കരമായ വാലറോടുകൂടിയാണ് നമ്മളന്ന് ഫൈറ്റ് ചെയ്തത്. അന്നത്തെ ആ ഫൈറ്റിന് ശേഷം, അതും പോർട്ട് ഹൈഫയുടെ ബാറ്റിൽ ഇതിനേക്കാളും കിടിലമാണ്. പോർട്ട് ഹൈഫയുടെ ബാറ്റിലും കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ഇവർ പട്ടാളം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. കാര്യം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഒരു ആംഡ് ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് ആംഡ് ഫോഴ്സിന് നിസ്സാരമായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ സാധിക്കും എന്നൊക്കെ. അത് നമുക്ക് സ്വാതന്ത്ര്യ സമരകരതയുടെ ബാക്കിയുള്ള കഥകൾ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്, അത് അടുത്ത വീഡിയോ ആയിട്ട് പറയാം. കഥയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.